ഹായ്, ഡോക്ടർ ശരണ്യ അർജിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതുപോലെ തന്നെ ഡിസ്കളറേഷൻ, മുഖത്ത് വരുന്ന പാടുകൾ, ഇതിനൊക്കെ മാറ്റാൻ ആയുർവേദത്തിൽ ഏതൊക്കെ ഓയിലുകൾ ഉപയോഗിക്കും. അതിനുവേണ്ടി നമ്മൾ പൊതുവെ ഉപയോഗിക്കാറ് നാൽപ്പാമരാതി തൈലം, ഏലാതി കേര തൈലം, മഞ്ചിഷ്ടാദി തൈലം, കുങ്കുമാദി തൈലം. ഇനി ഈ തൈലങ്ങൾ ആർക്കൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം. നമുക്ക് നാൽപ്പാമരാതി തൈലം. നാൽപ്പാമരാതി തൈലം പൊതുവെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ചെറിയ പാടുകൾ, കറുത്ത പാടുകൾ, അതുപോലെ മുഖക്കുരുവിൻ്റെ പാടുകൾ, സൺ ടാന്, അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ വരുന്ന ചെറിയ ചെറിയ കുരുക്കൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നല്ല ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കും അതുപോലെ കോമ്പിനേഷൻ സ്കിന്നുള്ള ആളുകൾക്കും നമുക്ക് ഡെയിലി, അതായത് എവരിഡേ ഇത് ഉപയോഗിക്കാം. എന്നാൽ നന്നായി ഓയിലി സ്കിന്നുള്ള ആളുകൾ വീക്കിലി 2 ദിവസം മാത്രം ഉപയോഗിക്കാം. ഇത് ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ്സിന് ശേഷം അല്ലെങ്കിൽ 45 മിനിറ്റ്സിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തേതാണ് ഏലാതി കേര തൈലം. ഇത് പൊതുവെ നമുക്ക് ചില ആളുകൾ കുളി കഴിഞ്ഞാൽ പറയും, എനിക്ക് ശരീരം മൊത്തം ഒന്ന് ചൊറിയുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇത്തരം ആളുകൾക്ക് വളരെ യൂസ്ഫുള്ളാണ് ഏലാതി കേര തൈലം. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ചൂർണ്ണം അവൈലബിൾ ആണ്. അപ്പം ഇതും നമുക്ക് കുളി കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്ന സമയത്ത് ഏലാതി കേര തൈലം അപ്ലൈ ചെയ്ത് ഏലാതി ചൂർണ്ണം വെച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഈ ചൊറി വരുന്ന ആളുകൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡിസ്കളറേഷനും അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറ്റും. അതുപോലെ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ആകാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ താരനുള്ള ആളുകൾക്ക് നമ്മുടെ പുരികത്തിൻ്റെ ഉള്ളിൽ, കണ്ണിൻ്റെ പീലിൻ്റെ ഉള്ളിലൊക്കെ താരൻ വരുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. നമുക്ക് തലയോട്ടികളിലും ഇത് അപ്ലൈ ചെയ്ത് കുളിക്കാവുന്നതാണ്. അടുത്തതാണ് കുങ്കുമാദി തൈലം. കുങ്കുമാദി തൈലം നമ്മുടെ ഫേസിൽ വരുന്ന ചെറിയ ചെറിയ ചുളിവുകൾ, അതുപോലെ ഒരു അണീവൻ ടോൺ, നമ്മൾ പറയില്ലേ ചില സ്ഥലത്ത് നല്ല കളറുണ്ട് എന്നാൽ ചില ഏരിയകളിൽ ഒരു ബ്ലാക്ക് കളറുണ്ട്, ആ രീതിയിൽ വരുന്ന ആളുകൾക്ക്, ഒരു അണീവൻ ടോണുള്ള ആളുകൾക്ക് കുങ്കുമാദി തൈലം രാത്രി അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ കഴുകി കളയാവുന്നതാണ്. ഇതിൽ കുറച്ച് കോസ്റ്റ്ലിയാണ് നമ്മുടെ കുങ്കുമാദി തൈലം. വളരെ ചെറിയ, അതായത് 1-2 ഡ്രോപ്പ് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് മസാജ് ചെയ്തതിന് ശേഷം കിടക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ ലൈൻസ്, മുഖത്ത് വരുന്ന ചുളിവുകൾ, അതുപോലെ തന്നെ ഡിസ്കളറേഷന്, നമ്മുടെ സ്കിന്ന് നന്നായി ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കുങ്കുമാദി തൈലം അതുപോലെ തന്നെ ഉണ്ട് കുങ്കുമാദി ലേപവും. അതായത് തൈലം ഉപയോഗിക്കാൻ മടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ലേപവും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് മഞ്ചിഷ്ടാദി തൈലം. എന്താണ് മഞ്ചിഷ്ട? പൊതുവേ നമുക്ക് മലയാളത്തിൽ മഞ്ചട്ടി എന്ന് പറയും. ഇത് മഞ്ചിഷ്ടാദിന് മഞ്ചട്ടി കൊണ്ട് നമുക്ക് ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സ്കിൻ ബ്രൈറ്റനിങ്ങിന്, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഡിസ്കളറേഷൻ മാറാൻ, സ്കാർ മാറാനൊക്കെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ്. ഈ മഞ്ചിഷ്ട ബ്ലഡ് പ്യൂരിഫയർ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കും. നമ്മുടെ ഫേസിൽ പൊതുവെ വരുന്ന ഈ മുഖക്കുരുവും അതുപോലെ ഒരു ഡിസ്കളറേഷനൊക്കെ ഉണ്ടാവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ബ്ലഡിൽ വരുന്ന അശുദ്ധി കൊണ്ടാണ്. അപ്പം ഈ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ചിഷ്ടാദി തൈലം. അപ്പം നമുക്ക് ഇതും ഒരു 45 മിനിറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. നമുക്ക് സ്കിന്നിൽ വരുന്ന സ്കാർസ്, ഡിസ്കളറേഷൻ, അതുപോലെ മുഖത്ത് വരുന്ന ഇൻഫെക്ഷൻ, ഇതെല്ലാം കുറയ്ക്കാൻ മഞ്ചിഷ്ടാദി തൈലം ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.